welcome back to my channel. നിങ്ങൾ ചോദിച്ചിരുന്നതുപോലെ ഞാൻ നിങ്ങൾക്കായി ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഹെയർ കണ്ടീഷണർ ആണ്. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോളിംഗ് നടത്തിയപ്പോൾ നിങ്ങൾ കൂടുതൽ പേര് നിങ്ങൾ ഹോം മെയ്ഡ് ഹെയർ കണ്ടീഷണർ ആണ് വേണമെന്ന് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ടോപ്പിക് സെലക്ട് ചെയ്തത്. വേറെ ടോപ്പിക്കിൽ പോൾ ചെയ്തവർ വിഷമിക്കേണ്ട, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ആ ടോപ്പിക്കിലുള്ള വീഡിയോസ് വരുന്നതായിരിക്കും ഫ്യൂച്ചറിൽ. പിന്നെ കുറേ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ സോറി ചോദിക്കണം. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടി ക്ലിക്ക് ചെയ്യും ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു നാളികേരം വേണം, ഒരു കോക്കനട്ട്, പിന്നെ ഒരു മുട്ട, പിന്നെ ആർഗൺ ഓയിൽ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. മുട്ടയുടെ പകരം നമ്മൾ മയോണൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് പ്രൊസീജിയറിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ തേങ്ങാപ്പാലാണ് എടുക്കാൻ പോകുന്നത്. തേങ്ങാപ്പാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. മിക്സിയിൽ തേങ്ങ ചിരവിതിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. കുറച്ച് മാത്രം വെള്ളം ചേർക്കുക, അപ്പോഴാണ് നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടുക. തേങ്ങാപ്പാൽ നമുക്ക് ഒന്നാം പാൽ മാത്രം എടുത്താൽ മതി. എഗെയിൻ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് പാലെടുക്കണമെന്നില്ല, ബിക്കോസ് നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസി വേണം. അപ്പോൾ നമുക്ക് ഒന്നാം പാൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ച് കഴിഞ്ഞു. ഈ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഒരു മണിക്കൂർ വെക്കണം. ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് തേങ്ങയുടെ ആ പാല് തിക്കായിട്ടുള്ള ക്രീമി ലെയർ മുകളിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ മുകളിൽ വന്നിട്ടുള്ള ലെയർ നമ്മൾ സ്പൂൺ വെച്ചിട്ട് എടുത്തിട്ട് വേറൊരു പാത്രത്തിൽ മാറ്റുക. അപ്പോൾ നന്നായിട്ട് അത് ക്രീം കൺസിസ്റ്റൻസിയിൽ ഉണ്ടാവും. അടിയിലുള്ള ഭാഗം നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം, അത് വേണ്ട, അത് കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും. അപ്പോൾ ആ ക്രീമി ലെയർ മാത്രം എടുത്തിട്ട് ബൗളിൽ മാറ്റി വെക്കുക. അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് തലയിൽ തേക്കാനായിട്ട് വളരെ ഈസി ആയിട്ടുണ്ടാവും. അപ്പോൾ എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു 4 തൊട്ട് 5 ഡ്രോപ്സ് വരെ ആർഗൺ ഓയിൽ ചേർക്കാൻ പോവാണ്. ആർഗൺ ഓയിൽ ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണമെന്നില്ല. പക്ഷേ ആർഗൺ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമ്മുടെ മുടിക്കും നമ്മുടെ സ്കിന്നിനും ആർഗൺ ഓയിൽ വളരെ നല്ലതാണ്. നല്ലൊരു കണ്ടീഷണറാണ്. ആർഗൺ ഓയിൽ മാത്രം തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ടെക്സ്ചർ കിട്ടും നമ്മുടെ മുടിക്ക്. അപ്പോൾ ആർഗൺ ഓയിൽ നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ താഴെ ലിങ്ക് ഇട്ട് തരാം ആമസോണിൽ പർച്ചേസ് ചെയ്യാനായിട്ട്. നിങ്ങൾ വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങിച്ചോളൂ. അപ്പോൾ അടുത്ത് നമുക്ക് നമ്മുടെ നാട്ടിൽ അടുത്ത് നമ്മൾ കടകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആർഗൺ ഓയിൽ കിട്ടില്ല, ഓൺലൈനിൽ മാത്രമേ നമുക്കിപ്പോൾ പർച്ചേസ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ താഴെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യണ്ട, നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. നമുക്ക് കോക്കനട്ട് മിൽക്കും മുട്ടയും മാത്രം യൂസ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ അതിലേക്ക് മുട്ടയുടെ വെള്ള ചേർക്കാൻ പോവുകയാണ്. ഒരു മുട്ടയുടെ വെള്ളം മതിയാവും നമുക്ക്. ഒരു മുട്ടയുടെ വെള്ളം എടുത്തിട്ട് നമ്മൾ അതിൽ ചേർത്തിട്ട് നന്നായിട്ട് 3 ഇൻഗ്രീഡിയൻസും, അതായത് കോക്കനട്ട് മിൽക്കും മുട്ടയും നമ്മുടെ ആർഗൺ ഓയിലും ചേർത്തതും കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ക്രീമി ആയിട്ട് കിട്ടും നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. മുട്ടയുടെ പകരം നമ്മൾ മയോണൈസും യൂസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇത് നമ്മുടെ തലയിൽ കുളിക്കുന്നതിന് മുന്നായിട്ട് ഒരു 1 അവർ മുന്നായിട്ട് നന്നായിട്ട് സ്കാൽപ്പിലും നമ്മുടെ റൂട്ട്സിലും നമ്മുടെ മുടി മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 1 അവറിന് ശേഷം കഴുകിക്കളയാം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെയർ കണ്ടീഷണർ. വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുളിച്ചതിന് ശേഷം യൂസ് ചെയ്യാനായിട്ട് കണ്ടീഷണർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി പ്രിപ്പയർ ചെയ്യാം. അതിനാവശ്യമുള്ളത് ഒരു സ്പ്രേ ബോട്ടിലും കോക്കനട്ട് മിൽക്കും ഡിസ്റ്റിൽഡ് വാട്ടറും വിറ്റമിൻ ഇ ക്യാപ്സ്യൂളും പിന്നെ ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ. അത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ മണത്തിനാണ്, ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ ലാവൻഡർ മുടിക്ക് നല്ലതാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക. അതിൻ്റെ ഹാഫ് ഭാഗം കോക്കനട്ട് മിൽക്ക് ഒഴിക്കുക, തേങ്ങാപ്പാൽ ഒഴിക്കുക, പിന്നെ ബാക്കിയുള്ള ഭാഗം ഡിസ്റ്റിൽഡ് വാട്ടർ നിറയ്ക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ട് അതിൽ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഫ്യൂ ഡ്രോപ്സ്, ഒരു 2-3 ഡ്രോപ്സ് ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ ഒഴിക്കാം. ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ ഓപ്ഷണൽ ആണ്, മണത്തിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. പക്ഷെ ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ മുടിക്ക് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ട് തരാം ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ വാങ്ങിക്കാനായിട്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് നിങ്ങൾ കുളിച്ചതിന് ശേഷം, നിങ്ങൾ ഷാമ്പു ചെയ്ത് കുളിച്ചതിന് ശേഷം നിങ്ങളുടെ മുടിയിൽ ഫുള്ളായിട്ട് നിങ്ങളുടെ തലയിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം. നാച്ചുറൽ അല്ലാതെ കൂടെ നിങ്ങൾക്ക് സ്കാൽപ്പിലും മുടിയിലും ഒരുപോലെ അപ്ലൈ ചെയ്യാം. നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീവിങ് കണ്ടീഷണറായിട്ട് ഇത് യൂസ് ചെയ്യാം. കഴുകി കളയണമെന്ന് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും സജഷൻസും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പറയൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുപോലത്തെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ് പ്രിയ ജയൻ. Bye, take care, love you all.